ഇതെൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ തുടങ്ങിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്ലാൻ ഉണ്ടായിന്. എന്തൊക്കെയോ വീഡിയോസ് കുറേ എടുക്കണം, അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആകെ ഇത്രയുള്ള വിഷ്വൽസ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എനിക്കുണ്ട്, എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് എവിടത്തേക്കൊക്കെയോ പോയി ഒന്ന് ആലോചിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മളിപ്പോൾ പോവാണ് എൻ്റെ വീട്ടിലേക്ക്, അതായത് റാസിക്കാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി അവരൊക്കെ ഒന്ന് കണ്ട് അപ്പം തിരിച്ച് പോവാണ്. അപ്പോൾ ആദ്യമൊക്കെ ഉപ്പ കൂട്ടാക്കലും കൊണ്ടാക്കലും, കൂട്ടാൻ വരത്തും കൊണ്ടാക്കലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉപ്പ പണിക്ക് പോയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഉപ്പ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഉമ്മ എന്നെ ടൗണിലേക്കാക്കി. എന്നിട്ട് ഞാൻ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ രണ്ടാളെയും കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി എടുത്തിട്ടേ പോകുള്ളൂ. ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. അല്ല, രാവിലെ എണീറ്റ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് ഫുള്ളി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ നമുക്ക് പാത്രം കഴുകാനായാലും ഫുഡ് ഉണ്ടാക്കാനായാലും ഫുഡ് കഴിക്കാനായാലും ഉള്ളൊരു സ്പേസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് നമ്മൾ ഓണം പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ മോളെ മദ്രസയിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഒക്കെ സ്കൂളിലേക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ദോശയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രോപ്പറായിട്ടൊരു ഫുഡ് നമ്മൾ ഉണ്ടാക്കൽ കുറവാണ്. രാത്രിയിലത്തെ ഫുഡ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് രാവിലെ കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറ് വാങ്ങും, അല്ലെങ്കിൽ രാവിലെ നാസ്ത ഉണ്ടാക്കും. അത് ഉച്ചയ്ക്ക് കഴിക്കലില്ല. ഉച്ചയ്ക്ക് എന്തായാലും ചോറ് വാങ്ങലായിരിക്കും. അല്ലെങ്കിൽ ഉമ്മ ഇടയ്ക്ക് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറുണ്ടാക്കും. ചിലപ്പോൾ രാത്രി ഫുഡ് വാങ്ങും, ചിലപ്പോൾ രാവിലെ ഫുഡ് വാങ്ങും. ഒരു പ്രാവശ്യം അങ്ങനെ നമ്മൾ നാസ്തയും വാങ്ങിയിട്ടുണ്ടായിന് രാവിലത്തെ. അപ്പോൾ മോനെ ഉറങ്ങാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ സൈലൻ്റാക്കി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒച്ചയായിട്ട് ഒന്ന് എണീറ്റിനെങ്കിൽ ആകെ കൊള്ളാവുമല്ലോ. നമ്മൾ മിക്സി ഓൺ ചെയ്യുന്ന സമയത്ത് സൗണ്ട് വരുന്നതായിട്ട് ഞാൻ ഡോറൊക്കെ അടിച്ച് ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ ഒരു ചെയ്യുന്ന ഒരു ഏരിയ. ഒരു ടേബിൾ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ സ്റ്റൗവൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് കുക്ക് ചെയ്യണത്. അപ്പം നല്ല എന്താ പറയുക, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, നമ്മളിപ്പോൾ നമ്മുടെ നല്ല വശങ്ങൾ മാത്രം ആൾക്കാർ കാണണമെന്ന് വിചാരിച്ച് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ എനിക്ക് ഇത്രയും ദിവസം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഓരോ ഏരിയയിലും ഓരോ പാത്രങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഓരോ സാധനങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ചെയ്യാനും മടിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമ്മളെല്ലാ സിറ്റുവേഷനിലും കടന്നു പോകണം എന്നുള്ള മൈൻഡ് എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോയത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉമ്മാക്ക് പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞ് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കരുത്, ഫുൾ അലങ്കോലമായിരിക്കും. അവിടെ ഇവിടെയൊക്കെ ഒരു ഗോഡൗൺ മാതിരി ആയിരിക്കും. കാരണം താഴെയുള്ള സാധനങ്ങളൊക്കെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അലങ്കോലങ്ങളും അതിൻ്റെ കോലാഹലങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമ്മുടെ ഈ ഒരു അയൺ ചെയ്യുന്ന ഈ ഒരു ടേബിളിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ബിഹൈൻഡ് ദ സീനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് തന്നെയാണ്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോണത്. അങ്ങനെ എന്നോട് എൻ്റെ റാജിക്ക് ഇങ്ങനെ പറയായിരുന്നു, ദുബൈയിലൊക്കെ ഇങ്ങനെയാണ്, ഒരു റൂം, ആ റൂമിൽ തന്നെ ആയിരിക്കും കിച്ചണ്. അപ്പം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയും. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഇങ്ങനെ എത്ര ആൾക്കാർ ജീവിക്കണം. ശരിയാണ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഫുള്ള് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. നമുക്കതിലൊരു പരാതിയില്ല. മാഷാ അല്ലാ, നമ്മളെ വീട് വേഗം തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാവും. അപ്പോൾ വീടിൻ്റെ ഇപ്പോൾ എവിടെ വരെ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അത് ഇതിന് മുന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കിയാൽ എങ്ങനെയാണ് വീട് എടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു പ്ലാന് നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടും. അപ്പം വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, ചെറിയതായ രീതിയിലുള്ള കൊച്ചു മാറ്റങ്ങളാണ് വരുത്തുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആഗ്രഹം മാനിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു
ഒരു കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വരുത്തുന്നുള്ളൂ. അപ്പം നമ്മൾ ഒരു പ്ലാനിങ്ങിലായിരുന്നില്ല, ഒരു പ്രിപ്പറേഷനിലൂടെ ഇറങ്ങിയതല്ല ഈ ഒരു വീട് മാറ്റലിലേക്ക്. അപ്പോൾ ഓരോ രണ്ടാളെ ആഗ്രഹം ഇങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് രണ്ട് വശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, ഭാവിയിൽ ഇൻഷാല്ലാ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് വേറെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. കാരണം നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട ഒരു സാധനം വാങ്ങാനൊക്കെ പോകണം. അപ്പോൾ ആദ്യം മോളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് പോണത്. അപ്പം മോള് മദ്രസയിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഓള് ബാക്കിലേ പോകണമല്ലോ, 8:40 വണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇന്നൊന്നും നിന്നിട്ടുണ്ടായിട്ടില്ല. ഇന്ന് നാസ്ത ദോശയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കലാണ്. ദോശ ഉണ്ടാക്കി മോള് സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ബാക്കി എനിക്ക് പോകാനുള്ള ഇടത്തൊക്കെ പോയത്. ഇന്ന് ഉമ്മക്ക് പനിയും കൂടെ ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഒന്ന് ഡോക്ടറെ അടുത്തും കൂടെ പോകണം. അപ്പോൾ മോനെയും കൂടെ ഒന്ന് കാണിക്കണം. അപ്പോൾ ഇവർക്ക് രണ്ടാളും ഭയങ്കര പൊടി അലർജി ഉള്ള ആൾക്കാരാണ്. അപ്പം നല്ല പൊടിയൊക്കെ തായിലുള്ള സമയത്ത് നമ്മൾ മുകളിൽ ഡോറൊക്കെ അടച്ചിട്ടായിരുന്നു നിന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഉമ്മാമ്മൻ്റെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ടായിന്. ഇപ്പം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം എല്ലാം പൊളിക്കലൊക്കെ കഴിഞ്ഞതാണ്. ഇനി ഇങ്ങനെ ഓരോ കിട്ടുന്ന പരിപാടികളാണ് ചെയ്യണത്. പിന്നെ തേക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഇതൊന്നും ശരിക്കും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. നമ്മൾക്ക് അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല തന്നെയാണ്. അങ്ങനെ മോള് സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ ഇത്താത്തൻ്റെ അടുത്തേക്ക് പോവാണ്. ഞാൻ ഇത്താത്തയും കൂടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു സാധനം നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. എൻ്റെ വണ്ടി ഇപ്പോൾ എവിടെയൊക്കെയാണ് ഞാൻ വെക്കൽ. ശരിക്കും എനിക്ക് എൻ്റെ വണ്ടി എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാകുന്നതാണ് സമാധാനം. ഇപ്പോൾ വണ്ടി അപ്പുറത്തെ ചേച്ചീൻ്റെ വീട്ടിലൊക്കെ ആയിരിക്കും വെക്കൽ. ചില ദിവസങ്ങളിൽ അവിടെ വെക്കും, അല്ലെങ്കിൽ പണിക്കാരുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് തന്നെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ വെക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാൻ ഇത്താത്തൻ്റെ വീട്ടിലെത്തി. ഇനി ഇത്താത്തനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോകണം. എനിക്ക് ഇവിടുന്ന് വീഡിയോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ആ പച്ചപ്പും ആ ഒരു ഇൻ്റർലോക്കിൻ്റെ കളറൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് നമുക്ക് വേണ്ട സാധനം നോക്കി, അത് നോക്കിയിട്ട് അവിടെ ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ അടുത്തില്ല ഷോപ്പ് തന്നെയാണ്. പിന്നെ ഉപ്പാൻ്റെ ഷോപ്പ് കയറി ജസ്റ്റ് അത് കഴിഞ്ഞ് അരുൺ ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി. പണിക്കാർക്ക് വേണ്ട ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉമ്മ മുന്നേ ഹോമിയോ ഡോക്ടറെ ആയിരുന്നു കാണിക്കലുണ്ടായത്. അപ്പോൾ അവിടത്തേക്കാണ് പോണത്. അലർജിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്, മോനെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടു. പക്ഷേ കുറച്ച് ടൈം ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിന്. അങ്ങനെ ആൾ ഭയങ്കര എക്സൈറ്റഡിലാണ്. കാരണം കുറേ മണ്ണും പുഴിയൊക്കെ കണ്ടതിൻ്റെ ഭയങ്കര വൈബിലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയി ഒരു ചോറ് വാങ്ങാൻ. അങ്ങനെ ചോറൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ.